റേഷൻ കാർഡ് വിതരണമാണ് അടുത്ത ചടങ്ങ്. റേഷൻ കാർഡ് വിതരണം നടത്തുന്നത് ആദരണീയനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകളാണ്. റേഷൻ കാർഡ് ഏറ്റുവാങ്ങുന്നതിനായി താഴെ പറയുന്നവരെ സ്റ്റേജിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. തിരുവനന്തപുരം താലൂക്ക് റേഷൻ കാർഡ് ഉടമയുമായ ശ്രീമതി ഷീലാകുമാരി, താലൂക്കിലെ റേഷൻ കാർഡ് ഉടമയുമായ ശ്രീമതി ജനനി S, കുളത്ര സ്വദേശിനിയും ശ്രീമതി ലീല, കുളത്ര സൗത്ത് റേഷൻ കാർഡ് ഉടമയുമായ ശ്രീമതി G മുഹമ്മദ് ഫാത്തിമ, മരുതൂർ സ്വദേശിനിയും. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ 30-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് അർഹരായിട്ടുള്ള ആളുകൾക്ക് മുൻഗണന റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്ന നടപടി ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതും സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റ് അറിയിപ്പുകളുമുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം ഒരു മാസത്തോളം നീണ്ടുനിന്ന അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന മുൻഗണനാ കാർഡുകൾ തിരിച്ചേൽപ്പിക്കാനുള്ള അവസരം ഉപയോഗിച്ചുകൊണ്ട് 1,30,000-ത്തിലധികം അനർഹമായി കൈവശം വെച്ചിരുന്ന റേഷൻ കാർഡുകൾ തിരിച്ചേൽപ്പിക്കുകയും ഒഴിവിലേക്ക് ഇപ്പോൾ ആളുകളെ ഉൾപ്പെടുത്തുന്ന നടപടിയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. 2021 ജൂലൈ 30-ാം തീയതി വരെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള അർഹരായിട്ടുള്ള ആളുകളെയാണ് ഇന്ന് മുതൽ ഇതിലേക്ക് ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി GR അനിലിൻ്റെ അധ്യക്ഷതയിൽ നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാലാണ് നിർവഹിച്ചത്. റേഷൻ കാർഡുകളുടെ വിതരണവും അദ്ദേഹം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് സിവിൽ സപ്ലൈസ് ഓഫീസുകളുടെ കീഴിലും ഈ ഒരു പരിപാടി നടക്കുന്നതാണ്. വിവിധ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലായിരിക്കും വിതരണങ്ങൾ നടക്കുക. അപ്പോൾ അർഹരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് നാളത്തെ റേഷൻ വിതരണമാണ്. സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം നാളത്തോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി ആരെങ്കിലും സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ നാളെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി മറ്റൊരു മാസം ഇനി അത് നീട്ടി നൽകുമോ ഇല്ലയോ എന്നുള്ളത് നാളെ അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. എന്തായാലും നാളെ അവസാനിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾ കൈപ്പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളത് പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി മറ്റ് അറിയിപ്പുകൾ നോക്കാം. കോഴിക്കോട് നിപ വ്യാപനം വവ്വാലുകളിൽ നിന്നാണെന്ന് സ്ഥിരീകരണം. പൂനെ ലാബിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രിയാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. കോഴിക്കോട്ട് നിന്നും പിടിച്ച വവ്വാലുകളുടെ സ്രവ സാമ്പിളുകളിൽ നിന്നും നിപ വൈറസുകൾക്ക് എതിരായ ആൻറ്റിബോഡി കണ്ടെത്തി. ഇന്ന് സംസ്ഥാനത്ത് 12,161 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 11,862 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 90,394 സാമ്പിളുകളാണ് പരിശോധിച്ചത്. നിലവിൽ 1,43,500 പേരാണ് ചികിത്സയിൽ ഉള്ളവർ. 155 മരണം കൂടി സ്ഥിരീകരിച്ചതോടുകൂടി 24,965 മരണമായി. ഇന്നലെ ആരംഭിച്ച പ്രധാനമന്ത്രി ഹെൽത്ത് ഡിജിറ്റൽ കാർഡിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്ത് ഒരുപാട് ആളുകൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാവാം ഈ ഒരു പ്രവർത്തനം താൽക്കാലികമായി തടസ്സപ്പെട്ട രീതിയിലാണ്. പല ആളുകൾക്കും രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആരും വിഷമിക്കേണ്ടതില്ല. വരും ദിവസങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം ശരിയാവുന്നതാണ്. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവർ പോയിട്ട് കാണുക. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 28 പേർ കൂടി പിടിയിലായി. സംസ്ഥാനത്ത് ഉടനീളം 796 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി 79 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 348 മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, ഡാറ്റ സ്റ്റോറേജുകൾ തുടങ്ങിയവ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഓപ്പറേഷൻ പി ഹണ്ട് തുടരുന്നതാണ് എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കൂടുതൽ ഇളവുകൾ സർക്കാർ പ്രഖ്യാപിച്ചു. സ്കൂൾ വാഹനങ്ങളുടെ 1 വർഷത്തെ റോഡ് നികുതി ഒഴിവാക്കി. സ്വകാര്യ ബസ്സുകൾക്കും ടെമ്പോ ട്രാവലറുകൾക്കും ഡിസംബർ വരെ കാലാവധി നീട്ടി നൽകിയിട്ടുമുണ്ട്. നവംബർ 1-ന് സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കായി ഒരുക്കേണ്ട യാത്രാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ പ്രോട്ടോകോൾ വിദ്യാഭ്യാസ ഗതാഗത മന്ത്രിതല ചർച്ചയിൽ ഇന്നലെ അംഗീകരിച്ചിരുന്നു. മാർഗനിർദ്ദേശങ്ങൾ എല്ലാ സ്കൂളുകൾക്കും കൈമാറും. വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ കൺസെഷൻ തുടരാനാണ് തീരുമാനം. സ്കൂളുകൾ ആവശ്യപ്പെട്ടാൽ KSRTC ബോണ്ട് സർവീസുകൾ അനുവദിക്കും. ഇതിനുള്ള നിരക്ക് ബന്ധപ്പെട്ട സ്കൂൾ അധികൃതരും KSRTCയും ചർച്ച ചെയ്ത് തീരുമാനിക്കും. KSRTC ബസ്സിലും വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ അതേപടി തുടരുന്നതാണ്. സ്വകാര്യ ബസ്സുകളിലെ കൺസെഷൻ നിരക്ക് ഉടൻ തീരുമാനമെടുക്കും.
ഉച്ചവരെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ക്ലാസുകൾ. ഒരു ബെഞ്ചിൽ 1-2 കുട്ടികൾ മാത്രമേ ഉണ്ടാകൂ. ഉച്ചഭക്ഷണം സ്കൂളുകളിൽ നിന്ന് വേണ്ട എന്നടക്കമുള്ള തീരുമാനങ്ങൾ നേരത്തെ എടുത്തിരുന്നു. ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഒക്ടോബർ 5-ാം തീയതി പുറത്തിറക്കും. ഘട്ടം ഘട്ടമായി സംസ്ഥാനത്തെ എല്ലാ കൃഷിഭവനിലും പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് അറിയിച്ചു. ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ 2022-23 അധ്യയന വർഷത്തെ 9ാം ക്ലാസ് ഒഴിവുകളിലെ സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാം. പ്രവേശന വിജ്ഞാപനം www.navodaya.gov.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. കേരളത്തിൽ 14 ജില്ലകളിലും ഓരോ നവോദയ വിദ്യാലയങ്ങളാണ് ഉള്ളത്. ഇന്ന് സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായിരുന്നു. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ജീവൻ അപഹരിക്കുന്നത് ഹൃദ്രോഗമാണ്. പ്രതിവർഷം 18.6 മില്യൺ മരണങ്ങളാണ് ഹൃദ്രോഗം മൂലം സംഭവിക്കുന്നത്. ലോകത്ത് ഇന്ന് 520 മില്യൺ ഹൃദ്രോഗികൾ ഉണ്ട്. ഇത്തരം ആളുകൾക്ക് കോവിഡ് ഗുരുതര ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. ഹൃദ്രോഗം വരാതെ സൂക്ഷിക്കാനുള്ള ജീവിതശൈലി ചിട്ടപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.